വാർത്തകൾ തുടരുന്നു. അടിമാലി ടൗണിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ പെരുകുന്നു. ഭിക്ഷക്കാരും ബന്ധുക്കളില്ലാത്തവരുമായ നിരവധി പേരാണ് അടിമാലിയിലുള്ളത്. വൈകുന്നേരമാവുന്നതോടെ മദ്യപിച്ച ആക്രമണങ്ങളും പതിവ് സംഭവമായിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അടിമാലി ടൗണിൽ ആളും ഊരുമറിയാത്ത നിരവധി പേരാണ് അനധികൃതമായി കഴിഞ്ഞുകൂടുന്നത്. ഇതിൽ ഭിക്ഷക്കാരും ആക്രിപെറുക്കി ജീവിക്കുന്നവർ അടക്കമുള്ളവർ ഉണ്ട്. എന്നാൽ വൈകുന്നേരമാവുന്നതോടെ ഇത്തരം കൂട്ടങ്ങൾ മദ്യപിച്ച അടിപിടിയും ആക്രമണങ്ങളും പതിവ് സംഭവമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. മദ്യപിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഇവർ രാത്രികാലങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത്. മോഷണങ്ങളും അടിമാലി മേഖലയിൽ പതിവ് കാഴ്ചയാണ്. പണിതീരാതെ കിടക്കുന്ന കെട്ടിടങ്ങളിലാണ് ഇത്തരം സംഘങ്ങളിലെ താവളം. പഞ്ചായത്ത് അടക്കമുള്ള സർക്കാർ വകുപ്പുകൾ ഇടപെട്ട് പുനരധിവാസമൊരുക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ KK രാജൻ ആവശ്യപ്പെട്ടു. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പാവപ്പെട്ട കുറെ അധികമാണ്. രാത്രി സമയങ്ങളിൽ അവരെ പുതിയ പുതിയ ബിൽഡിംഗ് സ്ഥാപിച്ചു വരുന്നു. അത് കെട്ടുറപ്പില്ലാതെ അടച്ചുറപ്പില്ലാതെ കിടക്കുന്ന ബിൽഡിങ്ങുകളുണ്ട്. അവിടെ എല്ലാം രാത്രി സമയങ്ങളിൽ കയറി കിടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ഈ സമീപ പ്രദേശങ്ങളിലെ ദിവസത്താണ് ഒരു കൊലപാതകമുണ്ട്. അത് കൃഷ്ണാജീവിൻ്റെ മുൻവശത്താണ് ഒരു കൊലപാതകമുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെയാണ് മാല പൊട്ടിച്ച സംഭവം. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന ആളുകൾക്ക് പകരം പുതിയൊരു പുനരധിവസിപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തന്നെയുമല്ല, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നുള്ളത് അടിമാലി ടൗണിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നില്ല. ഇപ്പോൾ 2-3 സംഭവങ്ങൾ സമീപ ദിവസങ്ങളിലുണ്ട്. ഇതിനൊന്നും തെളിവുകൾ ഉണ്ടാക്കുവാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സമയങ്ങൾ ഏറെ എടുക്കും. അപ്പോൾ ഈ ക്യാമറ സെറ്റുകളും തന്നെയുമല്ല ഹൈമാക്സ് ലൈറ്റ് പോലുള്ള ലൈറ്റുകളും ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾക്ക് അറുതി വരുത്താൻ പറ്റും. ഇതുപോലെയുള്ള പുതിയ പുതിയ സംഭവങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ ഉണ്ടാക്കാം. അക്രമ സംഭവങ്ങൾ തടയുന്നതിന് പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നും പരക്കെ ആവശ്യമുയരുന്നുണ്ട്. ആലംബമറ്റവരെ പുനരധിവസിപ്പിക്കുവാൻ തദ്ദേശ, പോലീസ്, സാമൂഹിക ക്ഷേമ വകുപ്പുകൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. KS അനുമോദ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.